കളിമക്കളെ വണക്കം. അങ്ങനെ അടുത്ത ടാസ്കിലേക്ക് പോയിരിക്കുകയാണ്. അതായത് നമ്മൾ പിൻസ് എറിയുന്ന സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആ ടാസ്കിൽ അതാണ് കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പിൽസ് വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ എറിഞ്ഞ് വീഴ്ത്തണം. ഒരാൾ കയറിയിട്ട് എറിഞ്ഞ് വീഴ്ത്തണം. എല്ലാം വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ 3 പോയിന്റ്സ് കിട്ടും. ഇല്ല കുറച്ചൊക്കെ വീണിട്ടുള്ളെങ്കിൽ അതിൽ ആ വീഴാതിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ആ പോയിന്റ്സ് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അരുണാണ് പോകുന്നത്. അരുണിന് ഒന്നും വീഴ്ത്തുന്നില്ല. അപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ ആ 3 പോയിന്റ്സ് ആരൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം റാണവും റയാനും ജാക്ലിനും കൂടെ ആ ഓരോരോ പോയിന്റ്സ് ഡിവൈഡ് ചെയ്തെടുത്തിട്ടോ. നമ്മൾ ഗെയിമായി കഴിഞ്ഞാൽ അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളവർ അങ്ങനെ കളിച്ച് കിട്ടാത്ത ഒരു പോയിന്റ്സ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ അവർ പോയിരിക്കുന്നത്. പിന്നെ വന്ന് വിശാലാണ്. വിശാൽ പിൽസ് വീഴ്ത്തുമ്പം പിൽസ് വീഴ്ത്തുന്നത് റയാൻ, റാണവ്, അതേപോലെ തന്നെ മഞ്ചേരി, ദീപക് അവരൊക്കെ 2 പോയിന്റ്സ്. അങ്ങനെ മൊത്തം 4 പോയിന്റ്സ്. നമുക്ക് ആകെ ഉള്ളത് എത്രയാണോ ഇപ്പം 4 പോയിന്റ്സ് ആയിരുന്നു വിശാലിന് ഉണ്ടായിരുന്നത്. അത് നമുക്ക് വീഴാത്തവരുടെ അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ അടുത്ത റയാനാണ് വരുന്നത്. റയാൻ വന്നിട്ട് എല്ലാവരുടെയും വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ 3 പോയിന്റ്സ് റയാന് കിട്ടുകയാണ്. ജാക്ലിൻ വന്നിട്ട് സൗന്ദര്യയുടെ മാത്രമേ വീഴുന്നില്ല. അപ്പോൾ സൗന്ദര്യയ്ക്ക് ജാക്ലിൻ്റെ അവസാന പോയിന്റ് ആയിട്ടുള്ള 3 പോയിന്റ് അങ്ങ് കിട്ടുകയാണ് കേട്ടോ. പിന്നെ പവിത്രയാണ് വീഴുന്നത്. മുത്തുക്കുമാർ, മഞ്ചേരി അവർ 2 വീണിട്ടില്ല. അപ്പം അവർ 2 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ അടുത്തത് ദീപക്കാണ്. എല്ലാം വീണിട്ടുണ്ട്. അങ്ങനെ 3 പോയിന്റ്സ് ദീപക്കിന് കിട്ടുന്നുണ്ട്. സൗന്ദര്യ എല്ലാം വീഴുന്നുണ്ട്, 3 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. മുത്തുകുമാർ എല്ലാം വീഴുന്നുണ്ട്, 3 പോയിന്റ്സ്. റാണവ് എല്ലാം വീഴുന്നുണ്ട്, 3 പോയിന്റ്സ്. മഞ്ചേരി എല്ലാം വീഴ്ത്തുന്നുണ്ട്, 3 പോയിന്റ്സ് കേട്ടോ. അങ്ങനെ റയാനാണ് കേട്ടോ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൺ ഇങ്ങനെ കുറേ ഇവർ ഗാർഡനേരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ അടിക്കുന്നുണ്ട്. ഓടിപ്പോയി മഞ്ചേരിയാണ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്ന ആൾ തലമുടി കളർ ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പം റയാനുമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ഓൾറെഡി 2 പേരും കൂടെ പറഞ്ഞിട്ടുണ്ട് അതിൽ 3 പോയിന്റ്സ് കിട്ടും. അത് 2 ടാസ്ക് ചെയ്യുന്ന ആൾക്ക് തരാം, 1 പോയിന്റ്സ് ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ റയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റയാൻ പച്ച അടിക്കരുതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദ്യമേ മറ്റേ യെല്ലോ കളറാണ് അടിച്ചിരുന്നത്. നമുക്ക് ബ്ലീച്ച് ചെയ്യില്ലേ, അതാണ് ചെയ്തിരുന്നത്. ആദ്യമേ രണ്ടാമത് അടിച്ചിരുന്നത് പച്ചയാണ് കേട്ടോ. അപ്പം പച്ച അടിച്ചിട്ട് റയാൻ നടക്കുകയാണ്. അങ്ങനെ ടാസ്ക് ചെയ്താണ്. മഞ്ചേരിക്ക് 3 പോയിന്റ്സ് കിട്ടിയെങ്കിലും മഞ്ചേരി പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ റയാന് ഞാൻ 2 പോയിന്റ്സ് കൊടുക്കും. പക്ഷേ മഞ്ചേരി കാണിച്ചതൊരു അബദ്ധമാണ്. കാരണം പോയിന്റ്സ് കുറവുള്ള ഒരാൾക്ക് കൊടുക്കാമായിരുന്നു. കൂടുതലുള്ള ഒരാൾ കൊടുത്താൽ അത് അയാളല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം അതൊരു ബുദ്ധിമോശം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്ത ടാസ്ക് വരികയാണ്. അതായത് നമ്മുടെ ഡ്രം വെച്ചിട്ടുള്ള ടാസ്ക്കാണ്. അതിൽ എല്ലാവരുടെ ഫോട്ടോ ഉണ്ടാവും. അത് 4 പസൽ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിട്ട് അത് അവിടെ ഒരു ഇങ്ങനെ ലൈൻ വെച്ചിട്ട് ആ ലൈനിൻ്റെ അപ്പുറത്ത് എറിയണം. അങ്ങനെ 4 എണ്ണവും പോയിട്ടുള്ളവർ അതിൽ നിന്ന് ഔട്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വിശാലിന് പരിക്ക് ആദ്യമേ മഞ്ചേരിയാണ് വീഴുന്നത്. മഞ്ചേരിക്ക് പഴുക്ക് കേൾക്കുന്നുണ്ടെങ്കിലും മഞ്ചേരിക്ക് അത്രത്തോളം ആവുന്നില്ല. പിന്നീട് വിശാലും അരുണും കൂടെ കളിച്ച് പോയി ആ മൂലയിൽ പോയി വീഴുന്നുണ്ട്. വിശാലിനും അരുണിനും കാര്യമായിട്ട് പരിക്കേറ്റ പോലെ ആയിരുന്നു. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ ചെക്കപ്പ് കഴിഞ്ഞ് വന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വീണതിൻ്റെയും ഡ്രം കൊണ്ടതിൻ്റെയും ഒക്കെ അവർക്കൊരു ചെറിയ ഇങ്ങനെ മുഖമൊക്കെ വീർത്തിരിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അപ്പോഴത്തേക്ക് അങ്ങനെ നടക്കുന്നതാണ്. ബിഗ് ബോസ് ഇപ്പോൾ ടാസ്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ പഴക്കുമ്പോൾ ഇവർ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മഞ്ചേരിയും പവിത്രയും പറയുന്നുണ്ട് നിങ്ങൾ കൂട്ടായിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ പവിത്ര പറയുമ്പോൾ ദീപക്കണ്ണനും മഞ്ചേരി ഒന്നിച്ചാണ് കളിക്കുന്നത് പറയുമ്പോൾ ഇല്ല നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ടാസ്ക് ഒത്തിരി ലോങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഗ്രൂപ്പായിട്ട് കളിക്കാൻ വന്നതായിരിക്കും നല്ലത്. അതൊക്കെ നല്ലതാണ്. ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുക, പെട്ടെന്ന് ടാസ്ക് തീർക്കുക എന്നുള്ളത്. ഫൈനൽ 5-നാണ് ടോപ്പ് 5 ആയിട്ട് വരുന്നവർക്കാണ് 5, 4, 3, 2, 1 അങ്ങനെ പൊസിഷനിൽ പോയിന്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തെന്നാലും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും മുന്നിൽ റയാനാണ് വിൻ ചെയ്യാൻ സാധ്യത കൂടുതൽ. ഇനി ടാസ്ക് തന്നെ 2 എണ്ണം കൂടെ കാണത്തുള്ളായിരിക്കുമല്ലോ. 2 എണ്ണോ ഇല്ല, ഒരെണ്ണോ ഒക്കെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിലും അത് റയാനായിരിക്കും കൊണ്ടുപോവുക. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റയാനാണ് കേട്ടോ. അങ്ങനെ റയാൻ വിൻ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ചാനൽ ഉദ്ദേശിച്ച് 2 പേരും വന്നിട്ടില്ല. നമുക്ക് അവരെ എൻകറേജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ തെറ്റി പറയാനും പറ്റില്ല. കാരണം വിശാലും അരുണിനെയാണ് ചാനൽ എൻകറേജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ട് കൊടുക്കാനാണോ എന്നും അറിയത്തില്ല. എന്നാണെങ്കിലും റയാനാണ് കേട്ടോ മുന്നിൽ വരുന്നത്. നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം.